ഹായ് ഫ്രണ്ട്സ്, ജാക്സിൻ്റെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സെയിൽ പോസ്റ്റായിട്ടാണ്. ഞങ്ങളെ പ്രാവല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പ്രാവാണ്. നമ്മളൊരു കൂട്ടുകാരാണ്, ഈ ചെറുക്കൻ്റെ ഒരു പ്രാവാണ്. അപ്പോൾ അവന് കുറച്ച് പ്രാവുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവൻ്റെ പ്രാവിൻ്റെ വീഡിയോയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു 10-20-25ഓളം പ്രാവുകളുണ്ട്. ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കണവരാണെങ്കിൽ അങ്ങനെ എടുക്കാം, സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് കൊടുക്കാം. അവൻ്റെ നമ്പർ ഞാൻ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാവാണോ ഇഷ്ടപ്പെട്ടത് ആ പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് ചെയ്യുക. പ്രാവുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ലൈനേജ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രാവുകളാണ്. അപ്പം നമുക്ക് ഓരോ പ്രാവിനെ കാണാം. പിന്നെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ആ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ വീഡിയോ പറയുന്നില്ല. അപ്പോൾ അവരായിട്ട് നിങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്താൽ മതി. നമ്മളെ വീഡിയോ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. വീഡിയോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് പറയാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ പ്രാവലെ കണ്ടിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജോഡി എന്ന് പറയുന്നത്. ഒരു ചാമ്പയിൽ ഒരു ജോഡിയാണ്. ഫ്രണ്ടിൽ നിൽക്കുകയാണ് മെയില്, ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലാണ്. നല്ല റിസൾട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്രീഡിംഗ് പെയറാണ്. ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത്. ജാക്സിൻ്റെ ഒരു ജോഡിയാണ്. ആ ബാക്കിൽ നിൽക്കുന്നതാണ് മെയില്, ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലാണ്. രണ്ട് കിടിലം പ്രാവുകളാണ്. നല്ല അടിപൊളി സെറ്റ് ജോഡിയാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കൺഫേം ഗ്യാരണ്ടിയാണ്, കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ പ്രാവ് വേണ്ടവർ ഈ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നല്ല അടിപൊളി ഒരു ജോഡിയാണ്. അപ്പം നമുക്ക് അടുത്ത ജോഡിയെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത്. റെക്കുള്ള മെയിലും ചാമ്പ ഫീമെയിലുമാണ്. ഇതും അതുപോലെ തന്നെ നല്ല അടിപൊളി റിസൾട്ടായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൺഫേം ഗ്യാരണ്ടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. അപ്പം ഈ പ്രാവ് വേണ്ടവർ നമുക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് അടുത്ത ജോഡി. ഡാറ മെയിലും ജാക്സീന ഫീമെയിലുമാണ്. ഇതും ഒരു കിഡിലം ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കൺഫേം ഗ്യാരണ്ടി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. അത്രയ്ക്കും ഗ്യാരണ്ടിയാണ്. അപ്പം ഈ പെയർ വേണ്ടവർ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും. അപ്പം അടുത്ത പ്രാവിനെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ബ്രീഡിംഗ് പെയർ. ബാക്കിൽ നിൽക്കുന്നത് മെയിലും ഫ്രണ്ടിൽ നിൽക്കുന്ന വൈറ്റ് ഫീമെയിലുമാണ്. ഇതും ഒരു കിടിലം ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ടൈം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത്. ഇവിടെ ജാക്സീന മെയിലും വെള്ള ഫീമെയിലുമാണ്. ഇതും നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതും ഇതിൻ്റെ കുഞ്ഞുങ്ങളും നല്ല രീതിക്ക് ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത പ്രാവിനെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത്. വാലി കറുപ്പിൽ കലാങ്കണ്ണിൽ കിഡിലം മെയിലും കയറയിലൊരു ഫീമെയിലാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയർ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റിംഗ് കാര്യങ്ങൾ അതേ പറയുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി ഒരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവിനെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത്. ഷായിലി മെയിലും കയറ ഫീമെയിലുമാണ്. ഇത് നല്ല റിസൾട്ടായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ്. ഈ ജോഡി വേണ്ടവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. നല്ലൊരു ബ്രീഡിംഗ് പെയറാണ്. അത്യാവശ്യം പറന്ന ഒരു ബേഡും കൂടെയാണ് ആ മെയിൽ വന്നിട്ട്. ഫീമെയിൽ അതനുസരിച്ചുള്ള പറന്ന ബേഡാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത്. ഷായിലിയിൽ മെയിലും വൈറ്റ് കലാങ്കണ്ണിൽ ഫീമെയിലുമാണ്. ഫീമെയിൽ വരിക്കാലുള്ള ഒരു ടൈപ്പ് ഫീമെയിലാണ്. അത് നോക്കണ്ട, കുഞ്ഞുങ്ങളൊക്കെ ഗ്യാരണ്ടിയാണ്. ഈ ഒരു ജോഡി വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്തത് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക മതി. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ബ്രീഡിംഗ് പെയറിനെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത്. സുർമ കയറ മെയിലും വെള്ള കയറയിൽ ഫീമെയിലുമാണ്. ഇതൊരു കിടിലൻ ജോഡിയാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ടൈം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോഡി വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത പ്രാവിനെ കണ്ടിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു പ്രാവ് എന്ന് പറയുന്നത്. ഈ നേരത്തെ ഈ വാലിക്കറുപ്പ് മെയിൽ കാണിച്ചതാണ്. ഈ ഫീമെയിലാണ് കൊടുക്കാനുള്ളത്. ആ മെയിലും കൊടുക്കാനുള്ളത് തന്നെ നേരത്തെ ഒരു ബ്രീഡിംഗ് പെയറിൽ മെയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. അതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലാണ് നമ്മൾ അടുത്തൊരു പുതിയ പ്രാവ്. അത്യാവശ്യം നല്ല റിസൾട്ടായിട്ടുള്ള ഫീമെയിലാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവിനെ കണ്ടിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത്. വൈറ്റിൽ കലങ്ങക്കണ്ണും മെയിലും വെള്ളക്കയറയിൽ ഫീമെയിലാണ്. ഇതൊരു അടിപൊളി ബ്രീഡിംഗ് സെറ്റാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റിംഗ് കാര്യങ്ങൾക്ക് നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവിനെ കണ്ടിട്ട് വരാം
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഒരു ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത്. ഇത് ധാര ടൈപ്പ് ബ്രീഡിംഗ് പെയറാണ്. അതിലെ ചാമ്പ വന്നിട്ട് മെയിലും മറ്റേ ജാക്ക് ധാര വന്നിട്ട് ഫീമെയിലുമാണ്. ഇത് അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോഡി ഓണർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവിനെ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നിൽക്കുന്ന വൈറ്റ് മെയിലും ബാക്കിൽ നിൽക്കുന്ന കയറ ഫീമെയിലാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ്. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ അറിയുന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവിനെ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് അടുത്തൊരു സിംഗിൾ ഫീമെയിലാണ്. കർണപ്രാവാണിത്. റിസൾട്ടായിട്ടുള്ളൊരു ഫീമെയിലാണ്. അപ്പം കർണപ്രാവ് നോക്കി നടക്കുന്നവർ വേഗം വിളിച്ചോളൂ. നല്ലൊരു കിടിലം ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു ബ്രീഡിംഗ് മെയിലാണ്. അത്യാവശ്യം നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് മെയിലാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ്. നല്ലൊരു ഫീമെയിൽ ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കൺഫേമായി പറഞ്ഞിരിക്കും. ഇതും അതേപോലെ തന്നെ സുർമാക്കാരയുടെ നല്ലൊരു ഹൈ ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് മെയിലാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ഫീമെയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല 10-12 മണിക്കൂർ കുഞ്ഞുങ്ങൾ കൺഫേമായി പറക്കും. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവിനെ കാണാം. ഇത് അടുത്തൊരു ധാരയിലൊരു കിടിലം ടോപ്പ് ക്വാളിറ്റി പറഞ്ഞ ഒരു മെയിലാണ്. ഇതും നല്ലപോലെ തന്നെ നല്ലൊരു ഫീമെയിൽ ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കൺഫേം ഗ്യാരണ്ടിയാണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവിനെ കാണാം. ഇതൊരു സിംഗിൾ മെയിലാണ്. പച്ചക്കയറ കയറ എന്നൊക്കെ പറയും. നല്ലൊരു ബ്രീഡിംഗ് മെയിലാണ്. ഇത് അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റി ആയിട്ട് പറഞ്ഞ ഒരു ബ്രീഡിംഗ് മെയിലാണ്. ഇതിനെ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. കുഞ്ഞുങ്ങളൊക്കെ നല്ല പക്ക ഗ്യാരണ്ടിയാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഏത് പ്രാവിലും നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ അടുത്ത പ്രാവിനെ കാണാം. ഇത് വന്നിട്ടും അതേപോലെ തന്നെ സുർമ കയറിലെ ഒരു മെയിലാണ്. ഇതും അതേപോലെ തന്നെ ഒരു സിംഗിളായിട്ടുള്ളൊരു മെയിലാണ്. ക്വാളിറ്റി കൂടിയൊരു പ്രാവാണ്. നല്ലൊരു ഫീമെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൺഫേമായി പറക്കും. അപ്പം അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. അടുത്ത പ്രാവ് വന്നിട്ട് ജാക്കിലാണ്. ജാക്കിലൊരു മെയിലാണ്. കിടിലൊരു മെയിലാണ്. അത്യാവശ്യം നല്ല ടൈം വെച്ച ഒരു മെയിലാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെയിലാണ്. അടുത്ത വന്നിട്ടൊരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ പോയാലും 10-12 മണിക്കൂർ പറക്കുമെന്നാണ് പറയണത്. ഈ ബ്രീഡിംഗ് പെയർ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും. ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോടെ തന്നെയാണ് പ്രാവുകൾ തരുന്നത്. അപ്പം നമുക്ക് അടുത്ത ജോഡിയെ കണ്ടിട്ട് വരാം. ഇത് വന്നിട്ടൊരു ഫീമെയിലാണ്. ജാക്ക് തലവെള്ള വന്നിട്ടൊരു ടോപ്പ് ക്വാളിറ്റി പറഞ്ഞ ഒരു ഫീമെയിലാണ്. നല്ല റിസൾട്ട് പ്രൂവ് ചെയ്ത ഒരു ഫീമെയിലാണ്. അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം അടുത്ത പ്രാവിനെ കാണാം. ഫ്രണ്ട്സ്, അടുത്ത് വന്നിട്ടൊരു വെള്ളയിലൊരു മെയിലാണ്. ചാമ്പവാല് വഴിയാണ്. അപ്പം ഇതും അത്യാവശ്യം നല്ലൊരു ബ്രീഡിംഗ് സെറ്റ് പറ്റിയൊരു മെയിലാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൺഫേം ഗ്യാരണ്ടിയാണ്. നല്ലൊരു ഫീമെയിൽ സെറ്റ് എടുത്താൽ പറക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പം സെയിലിന് നിലവിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൊടുക്കാനുള്ള പ്രാവുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാവാണോ വേണ്ടത് ആ പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.